ഗുഡ് മോർണിംഗ്. ഇതെന്താ പറയുന്നത് എനിക്കൊരു പിടിയില്ല. മനസ്സിനകത്തൊക്കെ എന്തോ വല്ലാത്തൊരു സങ്കടം. എപ്പോഴും പോകുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു മാസത്തെ ലീവൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകാൻ പോണു. വൈകുന്നേരമാണ് ട്രെയിന്. നാട്ടിൽ വരുമ്പം അവിടെ നിന്ന് വരുമ്പം ഇങ്ങനെ പെട്ടെന്ന് ആയെങ്കിലെന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് പോകുമ്പം വല്ലാത്തൊരു സങ്കടം. എത്ര പെട്ടെന്ന് ഒരു മാസം ഇങ്ങനെ പോയോ എന്തോ. എന്തായാലും പോയില്ലേ പറ്റുള്ളൂ. പിന്നെ ഒരു ആശ്വാസം, ഇനി നമുക്ക് 2 മാസം കഴിയുമ്പോൾ മെയ്യിൽ വെക്കേഷന് വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. അപ്പം കാത്തു ഊട്ടിയും തലൂട്ടിയൊക്കെ അവിടെ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് വരണം. അപ്പോൾ കൊണ്ടുപോകാനുള്ള പാക്കിങ്, തിരക്ക്, ഡ്രസ്സിൻ്റെ പാക്കിങ്, സാധനങ്ങൾ, ഇതൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബേക്കറിയിൽ നിന്ന് ബേസ് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ വാഴക്കൊല ഒരു സൈഡിലുണ്ട്. പിന്നെ റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് മാവ് കിട്ടും. നമുക്ക് പെട്ടെന്ന് ചെന്നാൽ അവിടെ ചെന്നിട്ടായാലും ഗോതമ്പ് മാവ് വാങ്ങണ്ടേന്ന് പറഞ്ഞിട്ട് ചേട്ടൻ്റെ അമ്മ എടുത്തിട്ടുണ്ട്. ഒരു ഗോതമ്പ് മാവ് എടുത്ത് വെച്ചു. പിന്നെ അവില്, പിന്നെ അരിപ്പൊടി, ഇതൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്. അടുത്ത് കൊണ്ടുപോകാനുള്ള മീനച്ചാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വേറെ അച്ചാറൊന്നും കൊണ്ടുപോകുന്നില്ല. നാരങ്ങയും മാങ്ങയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയത് ഇഷ്ടം പോലെ അവിടെ ഇരിപ്പുണ്ട്. അവിടെ തണുപ്പായതുകൊണ്ടൊന്നും ചെയ്യൂല. അപ്പം മീനച്ചാർ മീനിൻ്റെ ഒരു ടേസ്റ്റെങ്കിലും കിട്ടി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് മീനച്ചാർ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ രാവിലെ അത് ഇന്നലെ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരുന്നു. അപ്പോൾ രാവിലെ അതിനെ അത് വറുത്തെടുത്തിട്ട് ബാക്കി ചെയ്താൽ മതി. കിച്ചണിലൊക്കെ നമ്മൾ കിച്ചണൊന്നും അങ്ങനെ പുതിയ വീട് വെച്ചതിന് ശേഷം ഒരുപാട് പണിയൊന്നും തീർന്നിട്ടില്ല. പെട്ടെന്ന് നമ്മുടെ പഴയ വീട് വളരെ ചെറുതായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കൊന്നും ഫുള്ള് കഴിഞ്ഞിട്ടില്ല. പിന്നെ അത് പോയിട്ട് ഇപ്പം നമ്മൾ പോകുന്നതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. അങ്ങനെ ഇഡ്ഡലി എടുത്തു വെച്ചു. ഗ്രൈൻഡർ ഇടയ്ക്ക് ചീത്തയായി പോയതുകൊണ്ട് നമ്മുടെ മില്ലിൽ കൊടുത്താണ് അരി അരയ്ക്കുന്നത്. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഇനി കുറേ ദിവസമൊക്കെ കഴിയണ്ടേ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണെങ്കിൽ മുറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീട്ടിനകം മാത്രം തൂത്താൽ മതി, ഈ പണിയില്ല. അങ്ങനെ പോകുന്നതിന് മുമ്പ് മുറ്റമൊക്കെ അടിച്ചിട്ടു. പിന്നെ നമ്മുടെ വീട്ടിലുള്ള ഒരു പെറ്റാണ് നമ്മുടെ സൂയി കുട്ടൻ കേട്ടോ. സൂയി എന്നാണ് പേര്. ഡോബർമാനാണ്. നമ്മൾ ആദ്യം കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര പേടിയായിരുന്നു. ഞാനിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ കേൾക്കാതെ കൊണ്ടുവന്നതാണ്. പക്ഷേ ഇപ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻ്റാണ് കേട്ടോ. പിന്നെ ഇരിക്കാനൊക്കെ പറഞ്ഞാൽ ഇരിക്കും. പിന്നെ ഓടിച്ചെന്ന് കൂട്ടി കയറാന്ന് പറഞ്ഞാൽ കൂട്ടി കയറും. അങ്ങനെയൊക്കെയുള്ള അനുസരണയൊക്കെ ഉണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കൂട്ടിൻ്റെ അടുത്ത് ചെന്നാൽ തടവി കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സൂയിക്കുട്ടനെയും കൂട്ടിലടച്ചിട്ട് നമ്മൾ വിളയിലോട്ട് പോയേ. തവള എന്തോ വിളിക്കുന്ന സൗണ്ട്. പിന്നെ ഇതാണെങ്കിൽ നിറച്ച് വെള്ളമുള്ള തോടായിരുന്നു. ഇപ്പോൾ പിന്നെ ഭയങ്കര വെയിലായത് കാരണം തോട്ടിലൊക്കെ വെള്ളമെല്ലാം വരണ്ട് കിടപ്പുണ്ട്. ഇത് തോടാണെന്ന് പോലും കണ്ടിട്ട് അറിയുന്നില്ല. ഞങ്ങളൊന്ന് വെളയിലോട്ട് വന്നു. എന്തെങ്കിലും ഒരു കാച്ചിലോ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിലോ അതും കൂടെ എടുത്തിട്ട് പോവാം. എന്തായാലും സ്ഥലമില്ല, അതിൻ്റെ ഇടയിൽ കൂടെ വെച്ച് കൊണ്ടുപോവാം. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഒരു കാച്ചിൽ കിട്ടിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാനൊക്കെ തോന്നണത്. അപ്പം സ്ഥലമില്ലെങ്കിൽ എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം. എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോകാനുള്ള ചേനയാണോ? ചക്ക കാണാം. കുഞ്ഞു പ്ലാവിലിതാ. ഭയങ്കര വെയിൽ, മഴയില്ലാത്തത് കൊണ്ട് ഇനി ഈ വാഴയും ഏകദേശം എല്ലാം ഒടിഞ്ഞു പോവും. കൊലയൊക്കെ വന്ന് നിൽക്കുന്നതായത്. എന്തെങ്കിലുമൊക്കെ നമുക്ക് വിളയിൽ നിന്നൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ ഇങ്ങോട്ട് സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറുതായിട്ടൊരു ഷെഡ് പോലെ പണിഞ്ഞതാണ്.
വിളയിലെടുത്തിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ ചന്തയിലോട്ട് പോയി മീൻ വാങ്ങാൻ. കാത്തിന് 150, 150, ഇത് 150, ഇത് 100 രൂപ, 150, അത് 350 പകുതി. ചൂര സൂപ്പർ കരിമ്പ് പോലെ ഇരിക്കും. ഒരു മാസം നിങ്ങൾ പിന്നെ ഫ്രിഡ്ജിൽ വെക്കേണ്ട, കൊണ്ടുവന്ന് വെക്കണം. 150 രൂപ. മീനൊക്കെ വാങ്ങി വീട്ടിൽ വന്ന് ചോറും കറിയൊക്കെ കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം പോകാനുള്ള സമയമൊക്കെ അടുത്ത് വന്നപ്പോൾ യാത്ര പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കയറി വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ അവിടെ കാത്തോട്ടി തന്നൂട്ടി അവിടെ നിന്ന് അവരെ ഇടയ്ക്ക് ഞങ്ങൾ വന്ന് വിളിച്ചിട്ട് വന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് പോയതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കരച്ചിലും ഒക്കെ അച്ഛനും അമ്മയൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് അവർ വന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ അനിയത്തി വന്നപ്പോൾ കുറച്ച് ക്ലേ ഒക്കെ കൊണ്ടുവന്നു അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പോകുമ്പോൾ അതും കൂടെ കൊണ്ടുപോകാനുള്ള കരച്ചിലാണ് തനൂട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഇനി നമ്മൾ 2 മാസം കഴിഞ്ഞ് വരില്ലേ, ആവശ്യത്തിൽ കൂടുതൽ സാധനങ്ങളും ഉണ്ട്, അതുകൊണ്ട് അത് എടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഒരു സങ്കടമാണ് പിന്നെ തനുക്കുട്ടിക്ക്. പിന്നെ അവിടെ നിന്ന് പിന്നെ അച്ഛനും അമ്മയും അമ്മാമ്മയും വലിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എൻഗേജ്മെൻറ്റ് വന്നിട്ട് വലിയമ്മയൊക്കെ 2 ദിവസം വീട്ടിൽ നിന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിർത്തി. പിന്നെ എല്ലാവരും ഇറങ്ങാൻ സമയമായപ്പം പിന്നെയും ഭയങ്കര സങ്കടമാണ്. എനിക്കിങ്ങനെ സങ്കടം ഉള്ളിലുണ്ടെങ്കിലും ഇങ്ങനെ അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കരയുമ്പോൾ അവർക്കൊരു സങ്കടമായിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ പിടിച്ച് നിൽക്കും. അപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും അമ്മ പൊട്ടിക്കരഞ്ഞു കേട്ടോ. അമ്മയ്ക്കാണ് ഏറ്റവും, അമ്മയ്ക്കും അച്ഛനും 2 പേർക്കുമാണ് ഒരുപോലെ സങ്കടം ഇങ്ങനെ പോകുമ്പോഴത്തേക്കും. പിന്നെ 2 മാസം കഴിഞ്ഞ് തിരിച്ച് വരാം എന്നുള്ളൊരു ചെറിയൊരു ആശ്വാസം ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. തനുക്കുട്ടിക്കാണ് ഏറ്റവും വലിയ സങ്കടം. പോകുമ്പോൾ നമ്മളിൽ 4 പേർക്കും പോകുമ്പം തനുക്കുട്ടിക്കാണ് ഏറ്റവും സങ്കടം. അപ്പോൾ 2 മാസം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ തിരിച്ച് പോണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ തിരിച്ച് പോകണ്ടെന്നുള്ള ഇതിലാണ് അവൾ ഇരിക്കുന്നത്. വെക്കേഷന് വന്നിട്ട് പോകണ്ടെന്ന് ആ ഒരു ഇതുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. പിന്നെ എനിക്കെന്തോ ഞാൻ അവരെ മുമ്പിൽ വെച്ചൊന്നും കരഞ്ഞില്ല. തിരിച്ചു വന്നപ്പോൾ എനിക്കൊരു സങ്കടം. പിന്നെ പെട്രോൾ അടിക്കാനൊക്കെ കയറി. അവിടെ നിന്ന് പിന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും നാട്ടിൽ വന്നിട്ട് തിരിച്ച് എവിടെ ഇങ്ങനെ ദൂര സ്ഥലത്തോട്ടൊക്കെ പോകുമ്പോൾ ചേട്ടൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മുമ്മയുടെയൊക്കെ കല്ലറയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വിളക്ക് മെഴുകുതിരി വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതൊരു വിശ്വാസം. പിന്നെ ഞാനിങ്ങനെ ചേട്ടൻ്റെ കൂടെ വന്നിട്ടാണ്, എനിക്കല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ തന്നെ ഒരു പേടിയാണ്. ഇപ്പോൾ ഇവിടെ പേടിയില്ലാതെയൊക്കെ അങ്ങ് വന്ന് നിൽക്കും. ഇവരൊക്കെ ഇങ്ങനെ വന്ന് കണ്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ നിൽക്കും. അങ്ങനെ അവിടെയൊക്കെ ചെന്ന് മെഴുകുതിരിയൊക്കെ കത്തിച്ച് തിരിച്ച് ഇതാണ് നമ്മുടെ വീട്. ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ വീടിൻ്റെ ഒരു ഹോം ടൂറൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ആവട്ടെ. അങ്ങനെ നമ്മൾ ഇറങ്ങി ഓട്ടോയിൽ കയറി അടുത്തുള്ളവർക്കൊക്കെ ടാറ്റ ബൈ കൊടുത്തു. പിന്നെ എല്ലാവരും ഇങ്ങനെ കരയുന്നതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, അച്ഛൻ്റെ അമ്മയുടെ ഒന്നും. പിന്നെ പോകുന്ന വഴിക്ക് കാവടിയായിരുന്നു. പിന്നെ 7:45 രാജധാനിക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഇത് ബ്ലോക്കായിട്ട് ഞങ്ങൾ പോയപ്പോൾ തന്നെ ഏകദേശം 5:45 കഴിഞ്ഞു. ഹോട്ടലിൽ ഇത്രയും സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നത് കൊണ്ട് പതിയെ പോകുമായിരുന്നു. അതുകൊണ്ട് 1-2 സാധനങ്ങൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങാൻ പറ്റിയില്ല. ഉണക്കമീൻ വാങ്ങണം, ഇത്രയും ദിവസം ഇരുന്നിട്ട് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ പോകുമ്പോഴെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് സമയം ചിലപ്പോൾ ചെന്നിറങ്ങുമ്പോൾ ട്രെയിൻ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും വാങ്ങിയില്ല. പിന്നെ കറക്റ്റ് ഒരു 7 മണിയായപ്പോൾ നമ്മളവിടെ ട്രെയിന് കിട്ടുമെന്ന് ഭയങ്കര പേടിയായിരുന്നു. അതിനകത്ത് കയറി ഇരുന്നപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ആശ്വാസമായത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.